ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു റീൽ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീൽ റിയാക്ഷനിൽ കുറച്ച് സെലിബ്രിറ്റീസാണ് കൂടുതലായിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് റീലുകൾ ഓരോന്നായി കണ്ടു തുടങ്ങാം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ റീൽ ഇവിടെ കാണാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നമസ്കാരം. എന്റെ പ്രേക്ഷകരോട് ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. ഞാന് ശരിക്കും പ്രിയങ്കനെ ഇങ്ങനെ അല്ല പ്രതീക്ഷിച്ചത്. നിങ്ങൾ പ്രിയങ്ക കാണുമ്പോൾ ഞാൻ പറയുന്ന ഓരോ വാക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എന്നാ കോലമാ പ്രിയങ്ക ചീച്ചു കാണിക്കുന്നു. ഞാനത് പ്രിയങ്ക നായർ എന്നൊക്കെ മാറ്റി വെച്ച് വല്ല പ്രിയങ്ക ഗാന്ധി എന്നൊക്കെ പോലെ ആക്കിയാലോ ആലോചിക്കും. ഗാന്ധിയായ മെലിയാമോ ഒത്തിരി അങ്ങ് മാറ്റം വന്നല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടേന്ന് അടുത്ത പുതിയ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട്. അതിന്റെ ഒരു അതിന്റെ ഒരു ഭാഗമാണെന്നോ ഇങ്ങനെ. എന്റെ ദൈവമേ, നല്ലൊരു ഇങ്ങനെ ഇരുന്ന് കൊച്ചു ഇങ്ങനെ പാക്ക് പോലെ ആയിപ്പോയി. സത്യം ക്യാരക്ടർ ആ രീതിയിലേക്കുള്ള ഒരു ലുക്സിന്റെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരുന്നു. ഇതാണ് ട്രൂ ഡെഡിക്കേഷൻ എന്നൊക്കെ പറയുന്നത് അല്ലേ? അയ്യോ ഇതെന്നാ കോല, എനിക്കത് പറയാൻ പോലും പറ്റത്തില്ല. അങ്ങനെ കേട്ട് അപ്പം ഓടിക്കോണം. നിങ്ങൾ വല്ല കല്യാണത്തിനോ പരിപാടിക്കൊക്കെ പോകുമ്പോഴേ ഈ സൈസ് ചോദ്യം ഇതേ ടോണിൽ, ചിലപ്പോൾ പ്രാദേശിക ഭാഷാഭേദങ്ങൾക്കനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കും. ഈ ടോണിൽ ഒരാൾ സംസാരിക്കുമ്പോൾ അപ്പോൾ ഓടിക്കണം. അയ്യോ എനിക്ക് മനസ്സിലാവുന്നില്ല പ്രിയങ്ക എങ്ങനെ അത് കേട്ടോണ്ടിരുന്നു എന്നുള്ളത്. അമ്മേ, പ്രിയങ്ക നായർ എന്നുള്ളത് മാറ്റി പ്രിയങ്ക ഗാന്ധി എന്നാക്കുക. കാര്യം നായർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം എന്ന് ചിലപ്പോൾ ആനി പ്രതീക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പ്രിയങ്ക ഗാന്ധി എന്നാക്കാന്ന്. ഏത് ഗാന്ധി? ഇവർ പ്രിയങ്ക ഗാന്ധിനെ കണ്ടിട്ടില്ലേ? ഇനി ഹെയർ സ്റ്റൈൽ വെച്ചിട്ടാണ് പറഞ്ഞെങ്കിൽ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യൽ. ഒരാൾ അയാൾ മെലിഞ്ഞിരിക്കുന്നു, തടിച്ചിരിക്കുന്നു, അത് എന്താണെങ്കിലും അയാൾ മുന്നിൽ വന്നിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ട്രാൻസ്ഫോർമേഷൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു തുടക്കമാണ് അവിടെ കൊടുക്കാൻ പറ്റുന്ന റെസ്പെക്റ്റ്. എന്നാ കോലമാണ്. അതായത് ആനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പ്രിയങ്ക നായർ എന്ന് പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കണമെന്നുള്ളത്. അത് കിട്ടിയില്ല. അതിൻ്റെ പേരിൽ ചോദ്യം ചോദിക്കുകയാണ്. എന്താ പാക്ക് പോലെ ആയിപ്പോയില്ലേ, ഉണങ്ങിപ്പോയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ബോഡിയൊക്കെ എടുത്ത് വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണ് ഈ കണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട്. നമുക്ക് ഈ സൈസ് ഒരുപാട് പേരെ കാണാൻ പറ്റും. അമ്മാവന്മാർ, അമ്മായിമാർ, അപ്പൂപ്പന്മാർ, വല്യപ്പന്മാർ, കുറച്ച് യങ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിലും ഞാനിതൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ എന്നെ പറ്റിയടാ, നീ എന്നെ ഇങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്ന കുറച്ച് സുഹൃത്തുക്കളെയും എനിക്ക് പരിചയമുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ എനിക്കത് ആലോചിച്ചിട്ട് എന്തോ പോലെ. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിപ്പിക്കാനാണല്ലോ വിളിച്ച് വരുത്തിയിരിക്കുന്നത്. ഈ ചിറ്റാറ്റിൻ്റെ എല്ലാ ഇടയിൽ ഫുഡും കഴിപ്പിക്കുക എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ. ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയാണ് ഭക്ഷണം ഇറങ്ങാമെന്നാണ് ഞാൻ ശരിക്കും. പ്രിയങ്കയുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് അവിടെ ഒരു സ്ക്രീനിൽ എഴുതി കാണിക്കുകയാണെങ്കിൽ ഭയങ്കര രസമായിരുന്നതിനെ തോന്നുന്നു. അമ്മേ, ആനീസ് കിച്ചണിൽ പിന്നെ നമ്മൾ ഇതിനപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ആനീസ് കിച്ചണിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അവർ ആളുകളെ അവരുടെ ശരീരം വെച്ച് അളക്കുന്നത്, പ്രായത്തിനെ വെച്ച് അളക്കുന്നത്, ഇതൊക്കെ ഉണ്ടാകും എന്ന് കരുതി തന്നെയാണ് അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ആ ചോദ്യം അങ്ങ് കേട്ട് കഴിഞ്ഞപ്പോഴേ ആരെയൊക്കെയോ ഓർമ്മ വന്ന്, എന്തൊക്കെയോ സിറ്റുവേഷൻസ് എൻ്റെ ഉള്ളിൽ കൂടി കടന്നു പോയിട്ട് ഒരു എർത്തടിച്ച ഫീലായിരുന്നു. എന്തായാലും നമുക്ക് ആനീസ് കിച്ചണിലെ മറ്റൊരു റീല് കാണാം, എന്നിട്ട് ഈ തരിപ്പൊന്ന് മാറ്റാം. നിഖിലയുടേതായ ഒരു സ്പേസ് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കുമ്പോഴത്തേനില്ല നമ്മുടെ ഒരു എന്താ പറയാ, ഇവിടെ ഇൻഡസ്ട്രിയിൽ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ. ദാറ്റ് മീൻസ് ഹൗ ലോങ് യു സ്റ്റേ ഇൻ ദിസ് ഇൻഡസ്ട്രി. അങ്ങനെ ഒരു പ്രശ്നം വരികയല്ലേ? നമ്മളെല്ലാരും ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ നമ്മളോട് ഇങ്ങനെ പലതും പറയുമല്ലോ, ഇങ്ങനെ ഇന്ന പോലെ നിൽക്കണം, ഇന്ന പോലെ ആവണം എന്നുള്ള കുറേ അഡ്വൈസസ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറ്റുന്നു? ബേസിക്കലി നിങ്ങൾക്ക് ഒരു ഒറിജിനൽ ക്യാരക്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ക്യാരക്ടർ ഒന്ന് മാറ്റി വെക്കായിട്ട് നിങ്ങൾ ഇങ്ങനെ പെരുമാറാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ അവകാശങ്ങളും എന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. ബേസിക്കലി ഉണ്ടെങ്കിലാണ് എനിക്ക് ആ സമയത്ത് ഡ്രസ്സ് മാറാനൊക്കെ സൗകര്യം. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്കൊരു മൊബൈലൊക്കെ ഉള്ളൊരു സ്പേസിൽ പോയിട്ട് നമുക്ക് ഒരു റോഡിൽ നിന്നിട്ട് മാറാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഈസി ആയിരുന്നു ചെയ്യാൻ. നിങ്ങൾക്ക് ഒരു വൃത്തിയുള്ള ബാത്റൂം ചോദിക്കാം എന്നുള്ളത് അറിയാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ആവശ്യങ്ങളല്ലേ? അതൊക്കെ നമ്മുടെ അവകാശങ്ങളാണ്. അത് തിരിച്ചറിയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, നിങ്ങൾക്ക് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് ചോദിക്കാതെ സർവൈവ് ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ കൂടെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. നിഖില നമ്മളൊരു തഗ് ലൈഫ് സ്റ്റാർ ആയിട്ടാണ് കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ആനീസ് കിച്ചണിൽ പോയിരുന്നപ്പോൾ എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യം കേട്ട് തുടങ്ങുമ്പോഴേ നിഖില ഇങ്ങനെ പാവം ചോദിച്ചോട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി ആനിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആനി ഇപ്പോൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് നിഖിലേതായിട്ടുള്ള ഒരു സ്പേസ് എടുക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആവശ്യങ്ങളും അവകാശങ്ങളും പറയുന്ന ആളുകൾക്ക് അവസരം കുറയില്ലേ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇത്ര ബോൾഡായിട്ടൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ. അതായത് നല്ലോണം പോളിഷ് ചെയ്തൊരു കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്തതുപോലെ മനോഹരമായിട്ടാണ് ആ ചോദ്യം ചോദിച്ചത്. പക്ഷേ ചോദ്യത്തിൻ്റെ ആന്തരാർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്ട്രോങ് ആയി നിന്നുകൊണ്ട്
എന്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ഒക്കെ പറഞ്ഞ അവസരങ്ങളെ ബാധിക്കില്ലേ എന്നുള്ളത് നിഖില വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് അത് ആനിക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന പോലെ, അതായത് വലിയ അറിവൊന്നും ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ വളരെ റെസ്പെക്ട്ഫുള്ളി ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈവൻ സംസാരിക്കുമ്പോഴാണെങ്കിലും ആനി ഉപയോഗിക്കുന്ന വാക്ക് അതൊക്കെ നമ്മുടെ ആവശ്യങ്ങളല്ലേ, അത് ബേസിക് റൈറ്റാണ്, അവകാശമാണ്. അത് നിങ്ങൾ ചോദിച്ചിട്ടല്ല കിട്ടേണ്ടത്, അതവിടെ ഉണ്ടായിരിക്കണം. പക്ഷേ ചോദിച്ചു വാങ്ങേണ്ടുന്നൊരവസ്ഥയിലാണ് എന്നുള്ളത് ഒരു പ്രശ്നം. ഇനി അങ്ങനെ ഒരു അവസ്ഥയിൽ അത് ചോദിക്കാൻ മടിയുണ്ടായിരുന്ന ആളുകളും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സിനിമാ മേഖല ഒരുപാട് ഹൈറാർക്കിയൽ പരിപാടികളൊക്കെ നിലനിൽക്കുന്ന ഒരു മേഖല തന്നെയാണ്. അപ്പോൾ അവിടെ പോയി ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആവശ്യമാണ്. നമ്മൾ ആവശ്യം അവതരിപ്പിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് അത് അത്ര വലിയ ആവശ്യമായി ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നമ്മൾ സിനിമയിലൊക്കെ പറയുന്ന പോലെ അവരുടെ ആവശ്യം തനിക്ക് അനാവശ്യമായിരിക്കും എന്ന് പറയുന്ന പോലെ അങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെട്ടെടുത്തുനിന്ന് ഇത് ആവശ്യമല്ല അവകാശമാണ്, ഞങ്ങൾക്കിത് ലഭിക്കേണ്ടതാണ് എന്നുറക്കെ പറയുന്ന ജനറേഷനിലേക്ക് നമ്മൾ മാറി എന്നുള്ളത് അതൊരു നല്ല മാറ്റമാണ്. അടുത്ത റീലിലേക്ക് പോവാം. എന്റെ പ്രതികരണം എന്ന് പറയുന്നത് എന്റെ വസ്ത്രത്തിലൂടെ തന്നെയാണ്. അതൊരു തരം പ്രതികരണം തന്നെയാണ്. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഈ ഇന്റർവ്യൂവിൽ ഇങ്ങനെ ഒരു ഡ്രസ്സ്, ഈ ഒരു ഷോൾഡർ സ്റ്റൈൽ, ഈ ഒരു ഡ്രസ്സ് എനിക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. മനസ്സിലായില്ലേ? എനിക്കൊരു ചുരിദാർ ഇട്ടിട്ട് വരാമായിരുന്നു. അപ്പൊ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി വന്ന് നിൽക്കുന്ന സമയത്ത് റിനി പറയുന്ന അഭിപ്രായങ്ങൾക്ക് ഒരു വില കിട്ടണമെങ്കിൽ റിനി ഒരു ചുരിദാറോ അങ്ങനെയുള്ള വേഷങ്ങൾ ധരിച്ചിട്ടാണ് ഇന്റർവ്യൂവിന് പോകാവൂ എന്ന് ഈവൻ ഫ്രണ്ട്സും ഈവൻ റിലേറ്റീവ്സ് പോലും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ തീരുമാനിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്റെ വസ്ത്രങ്ങളല്ല എന്നെ തീരുമാനിക്കേണ്ടത്. എന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്റെ ചോയ്സാണ്. ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് അതിനകത്ത് കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് കരുതിയിട്ട് ഇതെന്റെ ഒരു തരം പ്രതികരണമാണ്. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ഡ്രസ്സ് വാങ്ങിയിടാം, പക്ഷെ ഇതെന്റെ ഒരു പ്രതികരണമാണ്. ഞാൻ എന്ത് വസ്ത്രം ഇടുന്നു എന്നുള്ളത് എന്റെ തീരുമാനമാണ്. അപ്പൊ എത്ര നിങ്ങൾ എന്നെ അപമാനിച്ചാലും എത്ര കുത്തുവാക്ക് പറഞ്ഞാലും ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്ന, എനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കും, എനിക്ക് ശരിയെന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയും. അതാണ് എൻ്റെ ഡിസിഷൻ. അപ്പൊ ഇതൊരു തരം പ്രതികരണം തന്നെയാണ്. ഇതിനകത്ത് ഒരുപാട് നമ്മൾ സാമൂഹ്യമായിട്ട് നമ്മൾ ഉള്ളിലേക്ക് കൺസീവ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ചിന്തകളെക്കുറിച്ച് പറയണമെന്ന് തോന്നുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പെൺകുട്ടി എന്തെങ്കിലും വന്നു എന്ന് പറയുമ്പോൾ, ആൺകുട്ടി വന്നു എന്ന് പറയുമ്പോൾ നമുക്കത് അത്രയും വിഷയമൊന്നുമല്ല. അവൻ പറയുന്ന അവരുടെ സൗണ്ട് കാര്യങ്ങൾ ഇവിടേക്കൊക്കെയാണ് ആളുകളുടെ ശ്രദ്ധ കൂടുതലായിട്ട് പോവുക. പ്രായത്തിൻ്റെതായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ പോലും ഒരു പെൺകുട്ടി വന്നൊരു അഭിപ്രായം പറയുന്ന സമയത്ത് എപ്പോഴും ഈ ഡ്രസ്സ് വെച്ചിട്ടുള്ള ഒരു വില കൊടുക്കലുണ്ട്. അതായത് മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നതിനേക്കാൾ ഒരു ചുരിദാർ നല്ല തേച്ച് വടിവത്ത് അങ്ങനെ ഒന്ന് സെറ്റായിട്ട് വരുന്ന, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു സാരി അല്ലെങ്കിൽ പർദ്ദ ഇതൊക്കെ ഇട്ടിട്ട് വരുന്ന ആൾക്കാർ അവർ പറയുന്നത് എന്തോ സീരിയസ് ആയിട്ട് നമുക്ക് കേൾക്കാം. ഈ മോഡേൺ വസ്ത്രം ധരിച്ച് വരുന്ന പെൺകുട്ടികൾ അതിന് നമ്മൾ സീരിയസ്നെസ് കൊടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിൽ എന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷമുള്ള നാടാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെയാണ് റിനി അവരുടെ അഭിപ്രായങ്ങളും അവരെ ഏറ്റിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തുറന്നു പറയുന്ന സമയത്ത് എന്നാൽ അവൾ ആ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് നടക്കുന്ന ഒരുത്തിയാണ് അവൾ എന്ന് പറഞ്ഞ് മുദ്ര കുത്തി അതിനെ കുറച്ച് കാണുക, അവരുടെ വാല്യൂ കുറയ്ക്കുക, അവർ പറയുന്ന കാര്യങ്ങളുടെ വാല്യൂ കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്ത്രീകളെ പെൺകുട്ടികളെ ഡ്രസ്സ് വെച്ച് ജഡ്ജ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ഭീകരമായൊരു വേർഷൻ നമ്മൾ കാണുന്നത് അവർ എന്തെങ്കിലും ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള പരാതികൾ ഉന്നയിക്കുന്ന സമയത്ത്, ഇപ്പോൾ മീറ്റു ആരോപണങ്ങൾ അത്രയും സീരിയസ് ആയി നമ്മൾ കാണേണ്ട മീറ്റു ആരോപണങ്ങളെ പോലും ട്രോളാക്കി മാറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ആരോപണവും ഉന്നയിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി വരുന്ന സമയത്ത് പോലും ഈ കമൻറ്റ് ബോക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷ ആളുകളും അതിനെ ഡീൽ ചെയ്യുമ്പോൾ ആദ്യം നോക്കുക അവളുടെ മേക്കപ്പാണ്, പിന്നെ അവളുടെ ഡ്രസ്സിങ് ആണ്. ആ ഡ്രസ്സിങ് നോക്കാൻ അവളുടെ പഴയ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ തപ്പിപ്പോകണമെങ്കിൽ അതിന് വരെയും ആളുകൾ ഇവിടെ റെഡിയാണ്. മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണോ ഈ വന്ന് ഇത്ര സീരിയസ് ആയിട്ടുള്ള കാര്യം പറയുന്നത്? തനിക്ക് നേരിട്ട് ഒരു അനീതിയൊക്കെ പറയുന്ന സമയത്ത് അവൾ ചിരിച്ചോണ്ടാണ് സംസാരിക്കുന്നത്, അവളുടെ ആ ഡ്രസ്സിങ് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പറയാൻ വന്ന പരാതിയെക്കുറിച്ച് ഒന്നും കേൾക്കാൻ നിൽക്കാതെ അതിൻ്റെ മെറിറ്റിനെ പരിശോധിക്കാതെ അവർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, നമ്മൾ മനസ്സിലാക്കേണ്ട തിരുത്തേണ്ട കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം ഈ പറയുന്ന ഡ്രസ്സും മേക്കപ്പും ഒക്കെ വെച്ച് അളന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതേസമയം ഇപ്പുറത്തെ സൈഡിലുള്ള ഉദാഹരണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലക്കി കൊടുത്ത കേസിലകത്തായിട്ടുള്ള ഗ്രീഷ്മയെ നമ്മൾ നോക്കുമ്പോൾ ചുരിദാറിലും സാരിയിലും മാത്രമേ നമുക്ക് അവരെ കാണാൻ പറ്റൂ. ഒരു മോഡേൺ ഡ്രസ്സിൽ നമ്മൾ കണ്ടിട്ടില്ല. സൈനൈഡ് കേസിലകത്തായിട്ടുള്ള ജോളിയെ നമ്മൾ എടുത്ത് നോക്കിയാൽ അവരെ ചുരിദാർ ധരിച്ച് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, സാരി ഉടുത്തിട്ടും. അപ്പോൾ ഈ ഡ്രസ്സ് കൊണ്ട് നമ്മളൊരാളെ വിലയിരുത്തേണ്ട കാര്യമില്ല എന്ന് ഓൾറെഡി നമ്മുടെ മുന്നിൽ ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ അപ്പോൾ പോലും പെൺകുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വരുമ്പോൾ അപ്പോൾ അവരെ ഡ്രസ്സ് കൊണ്ട് അളക്കും. ഇനി ഡ്രസ്സ് കൊണ്ട് അളക്കുക മാത്രമല്ല, നിങ്ങൾ എന്ത് ഡ്രസ്സ് ഇടണമെന്നും കൂടി സമൂഹം തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഇര, അല്ലെങ്കിൽ അതിന് ഇര എന്ന് അവരെ വിളിക്കേണ്ട ഒരു കാര്യമില്ല, അവരൊരു പോരാളിയാണ്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം രേണുസുധിയാണ്. രേണുസുധി ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് സൈബർ ആക്രമണം നേരിടുകയാണ്. അവരൊരു വിധവയാണ്, അവർ സമൂഹത്തിൽ നിന്നും സഹായങ്ങൾ കൈപ്പറ്റിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നടക്കാൻ പാടില്ല. അപ്പോൾ അവരെങ്ങനെ നടക്കണം? ആ കൺസെപ്റ്റും സമൂഹത്തിൻ്റെ ഉള്ളിലുണ്ട്. മിക്കവാറും അവർ വീട്ടിൽ ഏതെങ്കിലും ഒരു ഒറ്റ കളർ സാരി ഉടുത്ത് സുധിച്ചേട്ടൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ വിളക്കം കത്തിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ എല്ലാവരും ഹാപ്പിയാണ്.
പക്ഷേ അവരവരുടെ ജീവിതം കരിപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തുകയാണ്. കാരണം ഒരു വിധവ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണം, നിങ്ങൾക്ക് സന്തോഷം വരികയാണെങ്കിൽ ഈ ഡ്രസ്സ് ഇടണം എന്ന് പറഞ്ഞ് സമൂഹം കൽപ്പിച്ച് വെച്ചിരിക്കുന്ന കുറേ ഡ്രസ്സുകളുടെ ബൗണ്ടറീസ് ഉണ്ട്. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ കൊണ്ട് അപ്ലൈ ചെയ്യുന്നത് പെൺകുട്ടികളുടെ ജീവിതത്തിലുമാണ്. ഇതുമായിട്ട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു റീലാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ എനിക്കിഷ്ടമുള്ള വസ്ത്രം ഇടുമ്പോൾ സമൂഹത്തിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കരുത്. അതൊന്നും ചോദിക്കാൻ നമുക്ക് റൈറ്റ്സ് ഇല്ല. അവരുടെ കുഴപ്പങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം നിങ്ങൾ എവിടെ നടന്നോ, കാണുന്നൊരുത്തന്നെ എന്നെ നോക്കി, അതൊന്നും നമ്മൾ ചോദിക്കാൻ പാടില്ല. നോക്കുന്നോ നോക്കും, അത് നോക്കാതിരിക്കണമെങ്കിൽ ആ നോക്കാത്ത രീതി പോലെ വസ്ത്രം ഇടണം. അത് അപ്രത്യക്ഷമായാലെങ്കിൽ അത് അവന്റെ കയ്യിലിരിപ്പാണ്. നിങ്ങൾ അതിനകത്ത് തിരിച്ച് സംസാരിക്കാൻ പോകരുത്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കാം, പക്ഷെ സമൂഹം കൂടി നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കണമെന്ന് നമ്മൾ വാശി പിടിക്കണം. എന്തിനാ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയൊരു പ്രശ്നം വെച്ചാൽ നിങ്ങളൊക്കെ ധാരാളം ഫേസ് ചെയ്തതാണ്. പെൺകുട്ടികളുടെ വസ്ത്രധാരണമാണ് വലിയൊരു ചർച്ച. നിങ്ങൾ എന്ത് ധരിക്കണമെന്ന് ഞാനാണോ ചിന്തിക്കേണ്ടത്? നിങ്ങളുടെ സൗകര്യത്തിൽ നിങ്ങൾ ധരിക്കും. ഇപ്പോ നിങ്ങൾ വസ്ത്രം ധരിച്ചിട്ട് അത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്റെ പ്രശ്നമാണ്. ഞാൻ ചികിത്സിക്കണം, എന്നെ ചികിത്സിക്കണം. ഞാൻ റേപ്പിന്റെ പ്രധാന കാരണമായിട്ട് തന്നെ ആ വസ്ത്രമാണ് പറയുന്നത്. എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? എനിക്കറിയില്ല ഇതിനെ. ഞാൻ ഇതൊക്കെ പണ്ട് പറയുമ്പോൾ അസാമാന്യമായി എതിർപ്പ് വന്നിട്ട്. കാരണം എപ്പോഴും ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ സമൂഹത്തിന്റെ പ്രത്യേകത, അത് മലയാളിന്നോ കേരളമെന്നോ ഇന്ത്യ എന്നത് സമൂഹത്തിൽ അത് ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യും. അതങ്ങനെയാണ്. എന്തൊരാശ്വാസം. ആദ്യം അഖിൽമാരാർ പറഞ്ഞ കാര്യം കേട്ടിട്ട് പിന്നെ കൃഷ്ണകുമാർ പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഡ്രസ്സ് ധരിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യും എന്ന് പറഞ്ഞിരുന്ന പണ്ടത്തെ കുറേ വിവരമില്ലാത്തമാരുണ്ടായിരുന്നു. അതായത് ഈ നടിമാരുടെയൊക്കെ പോസ്റ്റിൻ്റെ താഴെ പോയി മഹാവൃത്തികേടുകളൊക്കെ കമൻറ്റ് ചെയ്തിട്ട് അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവരങ്ങനെ ഡ്രസ്സ് ഇട്ടുകൊണ്ടല്ലേ ഞങ്ങൾ അങ്ങനെ കമൻറ്റ് ഇട്ടത് എന്ന് പറയുന്ന ആ വിവരം കെട്ടവന്മാരില്ലേ, അവർ പ്രായപൂർത്തിയായതിനു ശേഷമുള്ള വേർഷനാണ് നമ്മൾ അഖിൽമാരാറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഖിൽമാരാർ ഇതിൻ്റെ അകത്ത് 2-3 സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ആ 2-3 സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്താ പറയുക, നമ്മൾ സമൂഹത്തിനെ നോക്കേണ്ട കാര്യമില്ല, അത് നമ്മുടെ പേഴ്സണൽ ചോയ്സാണ്, അവിടം വരെ ഓക്കെയാണ്. പക്ഷേ സമൂഹം ഇങ്ങനെ തന്നെ പെരുമാറണമെന്ന് നമ്മൾ വിചാരിക്കരുതെന്നൊക്കെ പറയുമ്പോൾ സമൂഹത്തിന് ഒരു അതിർത്തിയുണ്ട്. ഈ സമൂഹം എന്ന് പറയുന്ന പുറലോകത്തുള്ള ആളുകളും അവരെൻ്റെ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുമ്പോൾ അവർക്കൊരു ലിമിറ്റുണ്ട്. അതിനപ്പുറം അവർ ക്രോസ് ചെയ്തു എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ചോദ്യം ചെയ്യും. ആ സമയത്ത് സമൂഹം അങ്ങനെ പെരുമാറണമെന്നും നമ്മൾ വാശി പിടിക്കരുത്. എനിക്ക് ഒരു വാശിയുമില്ല, എൻ്റെ സ്വാതന്ത്ര്യത്തെ കൈകടത്തരുത് എന്ന് ഞാനല്ല ഒരു പെൺകുട്ടി പറഞ്ഞു കഴിഞ്ഞാലും അതങ്ങനെ തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. അതിൽ ബാക്കിയുള്ളവർ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കൃഷ്ണകുമാർ കുറേ കൂടി ലോകം കണ്ടിട്ടുള്ള ഒരാളാണ് അഖിൽമാരാറിനെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ. മാത്രമല്ല കൃഷ്ണകുമാറിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മക്കളുണ്ട്, അവരും ഒരുപാട് ലോകം കണ്ടിട്ടുള്ള ആളുകളാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ചിന്തകളിലെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു ജനിച്ച് ജീവിച്ച് വളർന്നിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് തോട്ട്സുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക. അതിൻ്റെ ഒപ്പം നമ്മുടെ കൂടെ ചേരുന്ന ആളുകൾ, അവർ നമുക്ക് തരുന്ന അറിവുകളും ഒക്കെ ചേർന്നാണ് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അഖിൽമാരാറിന് അങ്ങനെ ഒരു മാറ്റം ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഫീൽ ചെയ്യുന്നു. കൃഷ്ണകുമാർ പറയുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളിലൂടെ, ഭാര്യയിലൂടെ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിലൂടെ, ഇത്രയും കാലം കൊണ്ട് കണ്ടു കഴിഞ്ഞ് പരിചയപ്പെട്ടിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അഖിൽമാരാർ ഇങ്ങോട്ട് ഉപദേശിക്കുന്നത് ആരെങ്കിലും കമൻ്റ് അടിച്ചാൽ നമ്മൾ തിരുത്താൻ പോകേണ്ടതെന്നാണ്. കമൻ്റ് അടി കേൾക്കുന്നവൻ അറിയാം എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നുള്ളത്. അവരത് നോക്കിക്കോളും. ചേട്ടൻ അതിൽ വിഷമിക്കേണ്ട എന്നുള്ളതാണ് അതിൽ സിമ്പിളായിട്ട് പറയാനുള്ള മറുപടി. എന്തായാലും 2-3 സിനി ആർട്ടിസ്റ്റുകളും ഒക്കെ ആയി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് കേരള രാഷ്ട്രീയത്തിലേക്ക് ഊളിയിട്ടിട്ട് വരാം അടുത്ത റെയിലേക്ക്. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മാത്രം വികസന പ്രവർത്തനം നമ്മുടെ ജില്ലയിലടക്കം ക്ഷേമ പ്രവർത്തനം, പെൻഷൻ എല്ലാം കൃത്യതയോടുകൂടി നൽകി. അപ്പോ അതെല്ലാം വാങ്ങിക്കുന്ന ആളുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ വോട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദികേടെല്ലാം നല്ല അനുകൂലമാണോ? ക്ഷേമ പ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നതുണ്ടോ? ഇല്ലോ. മണിയാശാൻ ആയതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. അതിനകത്ത് വേറെ അത്ഭുതകരമായി എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വീട്ടിൽ നിന്നോ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ വീട്ടിൽ നിന്നോ എടുത്തുകൊണ്ടൊന്നും നടപ്പിലാവുന്നതല്ല. ഇവിടെ റോഡും വികസന പ്രവർത്തനങ്ങളും അതുപോലെ ക്ഷേമ പെൻഷനും ഒക്കെ വിതരണം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ പരാജയമാണ്. അത് ചെയ്തു എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഉത്തരവാദിത്വം നിർവഹിച്ചിട്ട് അതിന് കണക്ക് ചോദിക്കരുത്. നമ്മുടെ നാട്ടിലുള്ളൊരു പ്രത്യേകതയാണ്, നാട്ടിലും വീട്ടിലും നമുക്കിത് കാണാൻ പറ്റും. നിന്നെയൊക്കെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയത് ഞങ്ങളല്ലേ എന്ന് അച്ഛനമ്മമാർ ചോദിക്കുമ്പോൾ അത് അവരുടെ ഉത്തരവാദിത്വമാണ്. അതിനവർ കണക്ക് പറയേണ്ട കാര്യമില്ല. ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ നാടിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം നടപ്പിലാക്കുക എന്നുള്ളത് കേരള സംസ്ഥാനത്തിനെ നിങ്ങൾ ന്യൂസിലാൻഡ് പോലെ ആക്കിയെന്ന് പറഞ്ഞാലും
അതും നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലാണ് പെടുന്നത്. അതൊരു പ്രത്യേകതരം മറ്റേ ജനങ്ങൾ നിങ്ങളോട് പ്രത്യേക നന്മ കാണിക്കേണ്ടതൊന്നുമല്ല. എനിക്ക് തന്നിട്ടുള്ള സേവനങ്ങളിൽ ഞാൻ തൃപ്തനാണെങ്കിൽ വോട്ട് ചെയ്യും. പിന്നെ ഈ വോട്ട് എന്ന് പറയുന്ന സാധനത്തിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. നിങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയോ വികസന പ്രവർത്തനങ്ങൾ നടത്തിയോ എന്നുള്ളത് മാത്രമല്ല വോട്ടിനെ സ്വാധീനിക്കുക. വേറെയും പലവിധ ഘടകങ്ങളുണ്ട്. അവിടെ ജാതിയുണ്ട്, മതമുണ്ട്, വോട്ട് ചോദിച്ചു വരുന്ന ആളുകളുണ്ട്, അതിൻ്റെ കാരണങ്ങളുണ്ട്, ഒരുപാട് റീസണുകളുണ്ട്. ഒരാൾ പോളിംഗ് ബൂത്തിൽ കയറുന്ന സമയത്ത് വോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി കുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങൾ കൂടി കണ്ടെത്തിയതിന് ശേഷം മണിയാശാൻ ജനങ്ങളെ കുറ്റം പറയാൻ ഇറങ്ങണമായിരുന്നു. ഇത് ശരിക്കും വളരെ മോശമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി. ജനങ്ങൾ നന്ദിയേട് കാണിച്ചു എന്നുള്ളത്. ചിലപ്പോൾ ഒരു പക്ഷേ കഴിഞ്ഞ സർക്കാർ മുടക്കിയിരുന്ന അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇപ്പോൾ UDF ഭരിച്ചിരുന്ന സമയത്ത് കേരളത്തിൽ കിട്ടാതിരുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഇനിഷ്യേറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടാവാം. പക്ഷെ അപ്പോഴും അത് നിങ്ങളുടെ ഉത്തരവാദിത്വ നിർവഹണമാണാവുന്നത്. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വോട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ നിങ്ങൾ നന്ദിയില്ലാത്തവരാക്കുമ്പോൾ, അങ്ങനെ നോക്കുമ്പോൾ UDFകാർക്ക് വേണമെങ്കിൽ പറയാമല്ലോ, ഞങ്ങൾ വേറെ പല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും ഇപ്രാവശ്യം വോട്ട് മാറ്റി കുത്തി ഇവരൊക്കെ നന്ദിയില്ലാത്തവരാണെന്ന്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ എല്ലാ കാലവും ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരുടെ കണ്ണിൽ കൂടി നോക്കുമ്പോൾ നന്ദിയില്ലാത്ത ആളുകളായിട്ട് മാറുമല്ലോ. അങ്ങനെയല്ലല്ലോ. നിങ്ങൾ എന്തൊക്കെ കൊടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊടുക്കാതെ പോയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അതിനെക്കുറിച്ച് പഠിച്ച് വിലയിരുത്തി അതും കൂടി ക്ലിയർ ചെയ്ത് മുന്നോട്ട് വരും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇത്തരം ഒരു ഘട്ടത്തിൽ മണിയാശാൻ എന്നല്ല, തോൽവി ഏറ്റുവാങ്ങിയ ഭരണപക്ഷത്തിരുന്നിരുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അവരിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ വോട്ടെന്ന് പറയുന്നത് മണിയാശാനെ നിങ്ങളോട് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമല്ല, അത് എൻ്റെ അവകാശമാണ്. ഞാൻ എൻ്റെ അവകാശം വിനിയോഗിക്കുന്നതിന് മുമ്പ് മൊത്തത്തിലൊന്ന് നോക്കും. എനിക്ക് ഫ്യൂച്ചർ നോക്കിയേ പറ്റൂ, പാസ്റ്റ് ഓർത്തെടുത്തേ പറ്റൂ, പ്രസൻറ്റ് മനസ്സിലാക്കിയേ പറ്റൂ. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്, വോട്ട് ചെയ്യാതിരിക്കുന്നെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ആ കാരണം ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. നിങ്ങളോട് വന്നത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതും കൂടി ചേരുന്നതാണ് ജനാധിപത്യം. അപ്പോൾ നമ്മളിനി അടുത്ത റീലിലേക്ക് പോവാണ്. അമ്മൂമ്മ സൂപ്പർ. സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാരായ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇവരുടെ റീൽസ് കാണാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഈ ഒരു പ്രായത്തിലേക്ക് എത്തി നിൽക്കുന്ന ആളുകളാണ്. ഒരു ജോലി എന്നൊക്കെ പറയുന്ന അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാൻ ഇപ്പം നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതെങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. എന്ന് വെച്ചാൽ നമുക്കും കൂടി സന്തോഷം കിട്ടുന്ന ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രായത്തിലേക്ക് ജീവിത സായാഹ്നത്തിലേക്ക് എത്തി നിൽക്കുന്ന ആളുകളാണ്. അവർ ഇത്രയും എൻജോയ് ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോഴേ, പ്രത്യേകിച്ച് ആ പുള്ളിക്കാരനില്ലേ, ഇദ്ദേഹത്തിനെ ഞാൻ എല്ലാ റീലുകളിലും കാണുന്നുണ്ട്. ഇവർ ഡാൻസ് വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്ക് ഫീൽ ചെയ്തത് ഞാനൊക്കെ എൻ്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ കണ്ടിട്ടുള്ള ബഹുഭൂരിപക്ഷം സിനിമകളിലുണ്ടായിരുന്ന ഒരു കുറ്റപ്പെടുത്തലാണ്. ഈ വൃദ്ധസദനങ്ങൾ കേരളത്തിൽ കൂടുന്നു, അച്ഛനമ്മമാരെ വൃദ്ധസദനത്തിൽ കൊണ്ട് തള്ളുന്ന മക്കൾ കൂടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ ആ കൺസെപ്റ്റിനൊക്കെ ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രായമായ അച്ഛനമ്മമാരെ കൂടെ നിർത്താൻ പറ്റാത്ത മക്കൾ, അവരെ ഒരു കെയർ ഹോമിലേക്ക് മാറ്റുക. അത് ചിലപ്പോൾ പല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ഒരു റെൻറ്റഡ് റൂം തന്നെ, ഒരു വലിയ കോമ്പൗണ്ടിനകത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളൊരു സ്ഥലമായിരിക്കും. അവിടെ ഒരു റൂം ചിലപ്പോൾ 2-3 ബെഡ്റൂമുള്ള ഒരു ഫ്ലാറ്റ് പോലെയൊക്കെ റെൻറ്റിന് എടുക്കാവുന്ന, അല്ലെങ്കിൽ അങ്ങനെ സ്പേസ് പർച്ചേസ് ചെയ്യുക. എന്നിട്ട് അവരവിടെ താമസിക്കുക. അവർക്ക് അവിടെ എല്ലാ സൗകര്യങ്ങളുണ്ട്. പെട്ടെന്നൊന്ന് ആശുപത്രി പോകേണ്ടി വന്നാൽ ആംബുലൻസ് അടക്കമുള്ള സകല സൗകര്യങ്ങളുള്ള, അവരെ നോക്കാൻ പ്രത്യേകം കെയർ ടേക്കേഴ്സ് ഉള്ള, അതുപോലെ തന്നെ ഇവർക്ക് ഒന്ന് സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരേ പ്രായത്തിലൊക്കെ നിൽക്കുന്ന ആളുകളാണ്. പല ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് വന്നതെങ്കിലും അവർ ലൈഫിൽ ഇപ്പം ഏതാണ്ട് ഒരേപോലത്തെ ഒരു വീക്ഷണത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും. അവർക്ക് സംസാരിക്കാൻ കുറേ കാര്യങ്ങളുണ്ടാകും, അവർക്ക് ഒരുമിച്ച് പ്ലാൻ ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ടാകും. ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ മിങ്കിൾ ചെയ്ത്, മനുഷ്യരുമായിട്ട് മിങ്കിൾ ചെയ്ത് പുതിയ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം പ്രായമായ ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഇത്തരം സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്.
അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇവരെ കാണുമ്പോൾ ആലോചിക്കുന്നത് ഓരോ റീൽ എടുക്കുമ്പോൾ ഇതിൽ കുറേ റീടേക്ക് ഒക്കെ എടുക്കുമ്പോൾ അവർ ചിരിക്കുന്നുണ്ടാവില്ലേ, അയ്യോ മോനെ തെറ്റിപ്പോയി, അത് അങ്ങനെ ആയിപ്പോയി, അയ്യോ ഞാൻ ഇതിങ്ങനെ മാറ്റി പറയാമെന്ന് പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നു, ലൈറ്റ് കറക്റ്റല്ലേ, ഞാൻ സ്റ്റാർ അല്ലടാ എന്നൊക്കെ ഇദ്ദേഹം ചോദിക്കുന്നുണ്ടോ എന്ന് പറയുന്ന പോലത്തെ ഞാനതൊക്കെ ഇമാജിൻ ചെയ്യും ഇങ്ങനത്തെ റീലുകൾ കാണുമ്പോൾ. അതൊരു പക്ഷേ ഇവർ ഈ പറയുന്ന മക്കളുടെ കൂടെ ആ വീട്ടിൽ താമസിക്കണം, അതായത് ഇവരുടെ മക്കൾ തന്നെ നോക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നമ്മളൊരു വീട്ടിൽ കൊണ്ടാക്കി അവരുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചിലപ്പോൾ വെറുതെ ഇരിക്കുകയായിരിക്കും. പുറത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് പോരുതെന്ന് ചിലപ്പോൾ മക്കൾ പറയും. മക്കളുടെ കുറേ അധികാര പ്രയോഗങ്ങളും പരിപാടികളും ഒക്കെ വന്നേക്കാം. അതുപോലെ ഇവർക്കും തുടങ്ങി വെക്കാനുള്ള മടിയോ അങ്ങനെ എന്തെങ്കിലും കുറേ കാര്യങ്ങളുണ്ടാവും. ഇവിടെ നോക്കൂ, ഇവരെത്ര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ പറയുന്നത് അങ്ങനത്തെ കമ്മ്യൂണിറ്റീസ്, പ്രായമായ ആളുകൾ, അവർക്ക് ഒരുമിച്ച് മിങ്കിൾ ചെയ്യാൻ സാഹചര്യം ഒരുക്കുന്ന, അവർക്ക് ക്രിയേറ്റീവായി പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒക്കെ വരവുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അവരുടെ ഒരു കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു ടീനേജിലൊന്നും അവർ മൊബൈൽ ഫോൺ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളാണ്. അങ്ങനെയുള്ളവർ ഏറ്റവും പുതിയ ടെക്നോളജിയുടെ സഹായത്തോടെ ഇത്രയും എൻ്റർടൈൻ ചെയ്യുന്നു, അവർ എൻ്റർടൈൻഡ് ആവുന്നു, അത് കണ്ട് നമ്മൾ എൻ്റർടൈൻഡ് ആവുന്നു, കമൻസൊക്കെ അവർ വായിക്കുന്നു, അവർ സന്തോഷിക്കുന്നു, അവരിലേക്ക് കൂടുതൽ ആളുകൾ അറിഞ്ഞെത്തുന്നു, സ്നേഹം അറിയിക്കുന്നു എന്നൊക്കെ പറയുന്നത് അതൊരു ഭയങ്കര കാര്യമാണ്. ആ എക്സൈറ്റ്മെൻറ്റും സന്തോഷവും അതൊക്കെ എനിക്ക് നേരിട്ട് കാണണമെന്ന് ആഗ്രഹം തോന്നാറുണ്ട്. ഈ റീൽസ് ചെയ്യുന്ന ആളുകളെ എപ്പോഴെങ്കിലും ഒരിക്കലും നേരിട്ട് കാണണമെന്നൊരാഗ്രഹമുണ്ട്. നൈസായിട്ടൊന്ന് പോയി കാണണം, ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കണം, പൊളിച്ചിട്ടുണ്ട് എന്ന് പറയണം. ദേ ഡിസേർവ് മോർ ഹാപ്പിനെസ്. എവ്രിബഡി ഡിസേർവ് ഹാപ്പിനെസ്. അത് അവർക്ക് ഈ പറയുന്ന ജീവിത സായാഹ്നത്തിലേക്ക് എത്തുമ്പോഴും ആവോളം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയും ആളുകളുടെ സ്നേഹം അവരിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് അത് ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്, ഒരു സുഖമുണ്ട്. നമുക്ക് അടുത്ത റീലിലേക്ക് പോകാം. നമ്മൾ ഇന്നത്തെ അവസാനത്തെ റീലിലേക്ക് പോവുകയാണ്. നമുക്കിപ്പോൾ വേറെ ഒന്നും വേണ്ട, ചില സമയത്ത് കരുതലാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഒരു കൺസേൺ. നോബഡി ക്യാൻ ഹെൽപ്പ് യു ഇൻ യുവർ പ്രോബ്ലംസ് അല്ലേ. If you are in pain, let it be physical or emotional, you yourself have to go through it. പക്ഷേ ആരുടെയെങ്കിലും ഒരു കരുതൽ, ആ കരുതലിൽ നമുക്ക് വലിയൊരു ആറുതൽ കിട്ടും, ഒരു ഭയങ്കര ഒരു സമാധാനം കിട്ടും, എനർജി കിട്ടും. അത് മാത്രമാണ് നമ്മൾ പലപ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ലൈഫിൻ്റെ വീക്ഷണം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കാര്യമാണ്. നമുക്ക് ലൈഫിൽ എന്താ വേണ്ടതെന്ന് നമ്മളെല്ലാവരും ലൈഫിൽ അന്വേഷിച്ച് നടക്കുന്നത് നമുക്ക് എന്തോ കിട്ടാനുണ്ട്. ചില ആൾക്കാർ പൈസയ്ക്ക് പിന്നാലെയാണ് ഓടുന്നത്, ചില ആൾക്കാർ മറ്റു പല കാര്യങ്ങളാണ് ജീവിത വിജയം എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ ഒരു സ്പോട്ടിൽ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയില്ലേ, നവ്യ നായർ ചിലപ്പം ഈ ഒരു സ്പേസിലായിരിക്കും. നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൽ നിന്നൊരു കരുതൽ കിട്ടുക, ഒരു സ്നേഹം കിട്ടുക, ഞാനിവിടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു തോന്നൽ നമുക്ക് ഫീൽ ചെയ്യുക എന്ന് പറയുന്ന ആ കാര്യമാണ് വലുതെന്ന് പറയുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തുകയാണ്. പക്ഷേ ഈ നല്ല കാര്യം പറയുന്നതിനിടയിൽ ഇങ്ങനെ മ്യൂസിക് കുത്തി കയറ്റുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ റീലുകൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നിങ്ങളിങ്ങനെ മ്യൂസിക് ഇടുമ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല, ഇത് കോപ്പിറൈറ്റ് ക്ലെയിം വരും. 2, ഈ ഡയലോഗ് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ മ്യൂസിക് കയറ്റി വെക്കരുത് എന്ന് പറയുന്ന, നമുക്ക് ആ ഡയലോഗും കൂടി കേട്ടിട്ട് നിങ്ങളിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നല്ലൊരു പരിപാടിയാണ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇട്ട് റീൽസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. പക്ഷേ മ്യൂസിക് ഒന്ന് താഴ്ത്തി പിടിക്കണമെന്ന് പറയുന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. പ്ലസ് നവ്യ നായർ പറഞ്ഞ ഈ ഒരു കാര്യം, ഈ കരുതൽ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാരെങ്കിലും വിചാരിക്കും കൂടെ നിന്ന് സഹായിക്കുക എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ആലോചിക്കും. അതുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒറ്റയ്ക്കാണ് നിന്ന് നേരിടുക. അങ്ങനെ ഒറ്റയ്ക്ക് നേരിടുന്ന സമയത്ത് അയാൾ നമുക്കൊപ്പം ഉണ്ട് എന്ന് പറയുന്നൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്ത് തന്നാൽ പോലും നമ്മളതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവും. അങ്ങനെ ഒരാൾ ലൈഫിൽ കൂടെ ഉണ്ടാവുക, ഒരാളെങ്കിലും അങ്ങനെ ലൈഫിൽ കൂടെ നിർത്താൻ പറ്റുക, നമുക്ക് ആരുടെയെങ്കിലും ഒരാളുടെ ലൈഫിൽ അങ്ങനെ ഒരു സാമീപ്യമായി മാറാൻ പറ്റുക എന്ന് പറയുന്നത് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. ആൻഡ് അങ്ങനെ ഒരാൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാമീപ്യം അത് നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചിട്ട് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.